ഗവർണർക്കെതിരെയുള്ള SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം ഗൺമാന്റെ പ്രോട്ടോകോൾ ലംഘനത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് മൈക്ക് ഓഫ് ആക്കി പോയി. ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് SFI പ്രതിഷേധത്തെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഗവർണർ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒന്നാണ്. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എവിടുന്നാണ് ചാൻസലർക്ക് കിട്ടുന്നത്? RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എടുത്തത്. ഗവർണറുടെ വാഹനം തടഞ്ഞു നിർത്തിയുള്ള SFI പ്രതിഷേധത്തെ ഗവർണർ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിലും വിമർശനം. എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി റെഡി, ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? എത്ര വിവേകമില്ലാത്ത നടപടിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവരെ ശാരീരികമായി നേരിടാൻ പോകലാണ് ആരെങ്കിലും. ഞങ്ങളെ നേരെ ഒരുപാട് കരിങ്കൊടി വരികയും ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ആ കരിങ്കൊടിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശും പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശു. അവരെ ആരെങ്കിലും തുണി പറഞ്ഞു, അവരെ ആരെങ്കിലും ബണ്ട് പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായി. ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞ് വാചാലനായ മുഖ്യമന്ത്രി സ്വന്തം ഗൺമാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. SFI പ്രതിഷേധത്തിന്റെ പേരിൽ ഗവർണർക്കെതിരെ നടക്കുന്ന അക്രമ സ്വഭാവത്തിലുള്ള പ്രതിഷേധങ്ങളെ ന്യായീകരിച്ചും പ്രതിഷേധക്കാർക്ക് നേരെ ഗൺമാൻ നടത്തിയ ആക്രമണങ്ങളിൽ മൗനം നടിച്ചുമാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായ ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. ജനം, പത്തനംതിട്ട.